എൻ്റെ മോൻ്റെ സ്വപ്നം. ഞങ്ങളുടെ സഹോദരൻ നിസാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി നിസാമാണ്. ഞങ്ങൾ നിസാമിന് വേണ്ടി നിസാമിൻ്റെ കൂട്ടുകാർ പണിത് കൊടുത്ത വീടാണിത്. ഞങ്ങൾ ഈ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു വീടാണ്. അമ്മയുടെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണമെന്ന്. അപ്പം അതിനു മുമ്പേ നിസാം വിട പറഞ്ഞു. അതാണ് നിസാമിന്റെ കൂട്ടുകാരിലൂടെ നമുക്ക് യാഥാർത്ഥ്യമായത്. ദൈവമായിട്ടല്ലേ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം എൻ്റെ കുഞ്ഞു കണ്ടുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിച്ച ഒരാളാണ്. പല കടകളിൽ ജോലി ചെയ്തും. പക്ഷെ അവൻ്റെ സ്വന്തമായിട്ട് കടപ്പാടം വേണമെന്ന് അവൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാക്ഷാത്കരിക്കുകയാണ്. 2 ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ലിവിങ് ഏരിയ, ഡൈനിങ്, കിച്ചൺ അടക്കമുള്ള ഒരു 1050 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന് എന്തെല്ലാം ആവശ്യമുണ്ടോ. അമ്മ സന്തോഷമായോ? സന്തോഷം. നിസാമിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു വീട്. അതൊക്കെയാണ് നിസാമിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചേർന്ന് അമ്മയ്ക്ക് നടത്തുന്നത്. വിഷമിക്കണ്ട, എന്തായാലും അമ്മയുടെ ആഗ്രഹം ഇവരിലൂടെ നടത്തി തന്നില്ലേ? ഇവരില്ലായിരുന്നു എന്ത് ചെയ്താനേ? വേറെ ആരും എനിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഉള്ള ആരും എനിക്കില്ല. അമ്മ എത്ര വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുമോ? 16 വർഷമായിട്ട് വാടകയ്ക്ക് നിസാം. അമ്മയുടെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണമെന്ന്. അപ്പം അതിനു മുമ്പേ നിസാം വിട പറഞ്ഞു. അതാണ് നിസാമിന്റെ കൂട്ടുകാരിലൂടെ നമുക്ക് യാഥാർത്ഥ്യമായത്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി കുറേ ചെറുപ്പക്കാർ ചേർന്ന് വെച്ചു കൊടുത്ത ഒരു വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ്. അമ്മയുടെ മോനായിരുന്നു നിസാം. 2 വർഷം മുമ്പാണ് നിസാം കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. നിസാമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട്. 16 വർഷമായിട്ട് വാടകയ്ക്കാണ് നിസാമും കുടുംബവും ഉമ്മയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട്. പക്ഷേ നിസാമിനെ കൊണ്ടൊരു വീട് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിഡ്നി സംബന്ധമായ അസുഖം വന്ന് നിസാം വിട പറഞ്ഞത്. അങ്ങനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം അവിടെ ചേർന്ന് കുണ്ടയം വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിലൂടെ അവർ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് മനോഹരമായൊരു വീടാണ് പണിത് കൊടുത്തത്. നമുക്കെന്തായാലും അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് നടന്നില്ല. അത് ഞങ്ങൾ ഏറ്റെടുത്ത് കുണ്ടയം വാട്സപ്പ് കൂട്ടായ്മയായ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഇത് ഞങ്ങളുടെ 12ാം വാർഷികമാണ്. അതിനോടനുബന്ധിച്ച് ഇത് കൈമാറാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് അധിക സന്തോഷമുണ്ട്. അത് 12 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് കടന്നു പോകുന്നത്. അതായത് ഒരു കുടുംബത്തിന് അവർക്ക് തല ചായ്ക്കാൻ ഒരു ഇടം ഒരുക്കി കൊടുക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. നിസാം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു അനുജനെ പോലായിരുന്നു. അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട് വേണമെന്നുള്ളത്. ആ ആഗ്രഹം പത്തനാപുരത്തെ മദീന സ്റ്റോഴ്സിലെ ഇബ്രാഹിം റാവുത്തറുമായി സംസാരിച്ചു. പുള്ളി 5 സെൻറ്റ് സ്ഥലം ദാനമായി നൽകി. ഞങ്ങളുടെ സഹോദരൻ നിസാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി നിസാമാണ്. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഭവനം എന്നുള്ളത്. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അവന് സ്ഥലമില്ലായിരുന്നു. ഞങ്ങൾ ഈ കുണ്ടയം വാട്സാപ്പ് ഗ്രൂപ്പോട് ചേർന്ന് ഈ വസ്തുവിന് ഉടമയ ഇബ്രാഹിമിനെ കണ്ടു. ഇങ്ങനെയുള്ള സംഭവം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒന്ന് നോക്കി ഇന്നതിൻ്റെ സ്ഥലം തരാമെന്ന് പറഞ്ഞു. സ്ഥലം തന്നു. ഈ വീട് വെക്കാൻ വേണ്ടി അന്ന് മുതൽ എല്ലാവരും കുണ്ടയം മേഖലയായാലും വാട്സാപ്പ് ഗ്രൂപ്പായാലും പ്രവാസികളായാലും എല്ലാവരും അകമൊഴി, പ്രത്യേകിച്ച് നിസാമിനോട് എല്ലാവർക്കും സ്നേഹമാണ്. കുണ്ടയത്ത് നിസാം തന്നെ ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. എല്ലാവരും അനിയന്മാരും എല്ലാ വ്യക്തി അനിയനാണ് വിളിക്കുന്നത്. അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എനിക്കൊന്ന് ഈ ചാർന്ന മഴ തന്നെ അവൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണീരായിരിക്കാം. പക്ഷേ ഇന്ന് അവനില്ലാത്ത സ്ഥിതിക്ക് പോലും ഞങ്ങൾക്ക് അവരുടെ മാതാവിനെ ചേർത്ത് നിർത്താൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ ഈ പ്രദേശത്തെ എല്ലാ ചെറുപ്പക്കാരും നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് അന്തി ഉറങ്ങാനുള്ളൊരു അവസരം നമ്മൾ ഒപ്പിച്ചു കൊടുത്തു. നിസാമിനോട് നമ്മൾ ഈ നാടും ഈ നാട്ടുകാരും ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നു അത് പൂർത്തീകരിച്ചു. 1050 സ്ക്വയർ ഫീറ്റിൽ പെടുന്ന നല്ലൊരു ഒറ്റനില വീടാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത്. വലിയൊരു തുക തന്നെ വിനിയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി എല്ലാ സുഹൃത്തുക്കളിലും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമത്തിൻ്റെയും ഫലമാണ് ഈ വീട്. 2 ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ലിവിങ് ഏരിയ, ഡൈനിങ്, കിച്ചൺ അടക്കമുള്ള ഒരു 1050 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സ്റ്റെയർ റൂം ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ ഇത്ര മനോഹരമായിട്ടുള്ളൊരു വീട് ഇവിടെ നിർമ്മിച്ച് നൽകുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ജയ്, അനസ ഇവരെല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്ന് ഈ വീട് ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്തു കൊടുത്ത്. അതിൽ ഇങ്ങനെയൊക്കെയുള്ള നാടും ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരും ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത്. ഇനിയും ഇവർക്ക് ഒരുപാട് പേരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.